ഇവിടുത്തെ വലിയ ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ. ഒറ്റയടിക്ക് ഇത്രയും ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ള ജോലി ഇല്ല. നമുക്കൊരു ആദ്യത്തെ 5 വർഷം is difficult because both, say if it's a family, both spouses need to find a job. ഏതൊരു രാജ്യത്തോട്ട് എങ്ങനെ പോയാലും അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൈനീട്ടി വെച്ച് തരുന്നല്ല. ലൈക്ക് ദർ ഈസ് എ സ്ട്രഗിൾ ബിഹൈൻഡ് എവറിഥിങ്. ഇവിടെ വന്ന ഉടനെ ലൈക്ക് ഞാൻ കാർ എടുക്കും, ഞാൻ വീട് വാങ്ങിക്കണം, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ച് ഡ്രീംസ് നല്ലതാണ്. ഇവിടുത്തെ ഹെൽത്ത് കെയറും ഇവിടുത്തെ പോലീസും ഇറ്റ്സ് സോ ബാഡ്. നമ്മുടെ നാട് എത്ര മോശമെന്ന് പറഞ്ഞാലും നമ്മുടെ ഹെൽത്ത് കെയറും ആൻഡ് എസ്പെഷ്യലി അവർ പോലീസ് ആൻഡ് ലോ ആൻഡ് ഓർഡർ ഓൾ ദീസ് ആർ ലൈക്ക് വേ ടു ബെറ്റർ ദാൻ ദിസ് കൺട്രി. ഇപ്പോൾ സ്പീഡിങ്ങിന് പിടിക്കുക അതിന് അവർ അടിപൊളിയാണ്. സ്പീഡിങ്ങിന് ചേസ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ ടിക്കറ്റ് തരിക. അതല്ലാണ്ട് ഇഫ് യു ഹാവ് എനി എമർജൻസി കേസസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കളവ് പോയി, വണ്ടി കളവ് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ഉപദ്രവ കാര്യങ്ങൾ വന്നു, ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനും ഉണ്ടാവില്ല. പ്രാർത്ഥിക്കുക. ഹലോ എവരി വൺ, വെൽക്കം ടു Malayali-On. എൻ്റെ പേര് റിജോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡ ദെൻ വേഴ്സസ് നൗ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബ്രോഡ് ടോപ്പിക് ആയിരിക്കും. ലൈക്ക് ടേക്കിംഗ് ഓൾ ദി ആസ്പെക്ട്സ്. പണ്ടത്തെ കാനഡ എങ്ങനെയായിരുന്നു, ഇന്നത്തെ കാനഡ എങ്ങനെയാണ്. അതിന് ഐ തിങ്ക് ദ ബെസ്റ്റ് പേഴ്സൺ ടു ടെൽ ഓൾ ദീസ് അബൌട്ട് ദെൻ വിൽ ബി ലിസ് മാത്യു, ആൻഡ് ഷീസ് ടു മൈ റൈറ്റ്. She's an RCICA consultant, and she's been here in more than 15 years, right? Like more than 15 years she's been in Canada. Mm-hmm. And to my left is Chinnu, and she's our marketing coordinator. And she's been here less than one and a half years. So she's going to give you a new perspective on Canada. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്, ലൈക്ക് ഐ സെഡ്, ദെൻ വേഴ്സസ് നൗ. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ്, അത് ഉണ്ടാക്കിയ ഇമ്പാക്ട്സ്, പിന്നെ ഇപ്പോഴത്തെ ലിവിങ് കണ്ടീഷൻസ്, പണ്ടത്തെ കനേഡിയൻ ലിവിങ് കണ്ടീഷൻസ് എങ്ങനെയാണ്, പിന്നെ കുറച്ചും കൂടി എക്കണോമിക്കലും കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയും. ആൻഡ് ബിഫോർ വി സ്റ്റാർട്ട് എനി ഓഫ് ദിസ്, ഐ ഹാവ് എ ഡിസ്ക്ലെയിമർ ദാറ്റ് all the opinions are just opinions in this video. ഞങ്ങളുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾ പറയുന്ന ഞങ്ങളുടേതായ അഭിപ്രായങ്ങളാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ എന്താണ് കാനഡയിൽ, വെദർ തിങ്സ് ആർ ഗോയിങ് ഗുഡ് ഓർ ലൈക്ക്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു പെർസ്പെക്റ്റീവ് വേണം. കാരണം ഇറ്റ്സ് നോട്ട് സെയിം എവ്രിവെയർ. ലൈക്ക് ഐ തിങ്ക് സ്റ്റിൽ കാനഡ ഒരു വലിയൊരു നല്ലൊരു സ്ഥലമായിട്ടാണ് ഒരു പ്രതീക്ഷയും ഹോപ്പും കൊടുത്തുകൊണ്ടാണ് പുറമെ അഡ്വർടൈസ് ചെയ്യുന്നത്. എനിക്കൊരു ഫീലുണ്ട്. വെദർ ദാറ്റ് ഈസ് ഗുഡ് ഓർ വെദർ ലിവിങ് കണ്ടീഷൻസും കാനഡ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം, വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ലൈക്ക് എനി ഓഫ് യു ഗൈസ് ക്യാൻ സ്റ്റാർട്ട്. വെൽ, കാനഡ ഇപ്പോഴത്തേന്ന് വെച്ചാൽ നമുക്ക് കുറേ മാറിയിട്ടുണ്ട്. പോപ്പുലേഷൻ ഇസ് ദ മെയിൻ തിങ്. ബേസിക്കലി നമ്മൾ തുടങ്ങുവാണെങ്കിൽ പോപ്പുലേഷൻ I'd say ഒരു 4 വർഷത്തിനുള്ളിൽ എടുത്തു നോക്കിയാൽ പോപ്പുലേഷൻ വളരെ കൂടിയിട്ടുണ്ട്. ബി ഇറ്റ് ടെമ്പററി റെസിഡൻസ് ആയാലും പെർമനൻറ്റ് റെസിഡൻസ് ആയാലും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട് പോപ്പുലേഷൻ. നമുക്ക് പോപ്പുലേഷൻ ബ്രിങ് അബൌട്ട് ചെയ്യുമ്പം അതിന് പാരലായിട്ട് വരുന്ന ടോപ്പിക്സാണ്. നമുക്ക് വീട് താമസിക്കാനുള്ള ഹൗസിംഗ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഹൗസിംഗ്, ലിവിങ് എക്സ്പെൻസസ്, അതെ, എക്സ്പെൻസസ് കൂടി, പ്ലസ് ഇൻഫ്ലേഷൻ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റൈസ് ഇൻ റെൻ്റ് ആയാലും ഗ്രോസറി ആയാലും എല്ലാം. സോ ദിസ് ഈസ് ദ കറൻറ്റ് സിറ്റുവേഷൻ റൈറ്റ് നൗ. ആൻഡ് so basically it's very difficult, not very, like much more difficult to live here in Canada. But does that changes from demographics? Like ഒരു സ്റ്റുഡൻറ്റിന് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നല്ലൊരു ജോലി കിട്ടി PR അല്ലെങ്കിൽ സിറ്റിസണായി നിൽക്കുന്നവരും അവർക്ക് തമ്മിൽ വ്യത്യാസമുണ്ടോ? വെദർ എ സ്റ്റുഡൻറ്റ് ഹു ഓർ എൻ ഇമിഗ്രൻ്റ് ഓർ എ റെഫ്യൂജി കമ്മിങ് ഹിയർ or people who already have PR, people who already have good job, and but still ഈ പറഞ്ഞ പോലെ റിസെഷൻസ്, ഇൻഫ്ലേഷൻസ് ഒക്കെ ഇവരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ എഫക്റ്റ് ചെയ്യുക. സോ വാട്ട് ഡു യു തിങ്ക് ഇൻ ടേംസ് ഓഫ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്? അതായത് ഇപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് ഓൾറെഡി ഒരു PR കിട്ടി വരുന്ന ഒരാളാണ്, നല്ല ജോലി കിട്ടി വരുന്ന ഒരാളാണ്. ഡു യു തിങ്ക് ദീസ്
ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനും റിസഷനും ഈ ലിവിങ് കണ്ടീഷൻസും ഇതൊക്കെ അവരെ ബാധിക്കുന്നുണ്ടോ, അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ആക്ച്വലി ഈ സംഭവങ്ങൾ എല്ലാം മാറ്റി വെച്ചാലും ഒരാൾ കാനഡയിലോട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ, അതായത് PR കിട്ടിയോ അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു വർക്ക് പെർമിറ്റിൽ ഒരു ജോലി ആയിട്ടാണ് കാനഡയിൽ വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഇനീഷ്യൽ ഇംപ്രഷൻ ഓഫ് കാനഡ ഇറ്റ് സെൽഫ് ഇസ് ഗോയിങ് ടു ബി ഭയങ്കര ഡിഫറെൻറ്റ്. കാരണം ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും അവർ ഒരുപാട് കാര്യങ്ങളാണ് ഒറ്റയടിക്ക് ബാലൻസ് ചെയ്യേണ്ടത്. അതായത് പഠിക്കണം, പഠിത്തത്തിൻ്റെ അസൈൻമെൻറ്റിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഇത് ഭയങ്കര ഒരു എക്സ്പെൻസീവ് കൺട്രിയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും അതെ, ഇപ്പം നമുക്ക് GIC ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ GIC എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അറ്റ് വൺ പോയിന്റ് അത് തീർന്നു പോകും. സോ നമ്മൾ അതിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം. ഹൗ ടു ഏൺ ദാറ്റ് മണി. അതെ, 20 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇറ്റ്സ് ബാക്ക് ടു ദാറ്റ്. കോവിഡ് ടൈമിലായിരുന്നപ്പോൾ നൗ ഇറ്റ്സ് 24. കോവിഡ് ടൈമിലായിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് അൺലിമിറ്റഡ് അവേഴ്സ് വർക്ക് ചെയ്യായിരുന്നു. ആൾക്കാർക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പ്ലസ് ഇപ്പോഴത്തെ വലിയ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ. ഒറ്റയടിക്ക് ഇത്രയും ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ള ജോലി ഇല്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. സോ ഇപ്പോൾ ഈ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെസ്സ്, കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിത്തവും അതുമായിട്ട് ബാലൻസ് ചെയ്യാനുള്ള സ്ട്രെസ്സ്. പിന്നെ എങ്ങനെയൊക്കെ പോയാലും അവർക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കാനഡ എന്താണെന്നോ കാനഡയുടെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ട്രാവൽ ചെയ്യാനോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ വെരി മിനിമലാണ് കമ്പയർഡ് ടു ഇപ്പോൾ സേ ഒരു വർക്ക് പെർമിറ്റിൽ ഒരു ജോലി കിട്ടി വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആ ജോലി കഴിഞ്ഞാൽ അവരുടെ വീക്കെൻഡ് അവർക്ക് ഫ്രീ ആണ്. ലൈക്ക് യു നോ, സോ ഐ തിങ്ക് അവരുടെ ഇനീഷ്യൽ ഇംപ്രഷൻ ഓഫ് കാനഡ ഈസ് ഗോയിങ് ടു ബി മച്ച് മോർ, അവർക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് കമ്പയർഡ് ടു ഒരു PR ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഓൾ ദ സിറ്റുവേഷൻസ് മാറുന്നില്ല. ബിക്കോസ് ഇൻഫ്ലേഷൻ ഇസ് ദെയർ ഫോർ എവറിബഡി. wages most of the places അത്രയും കൂടിയിട്ടില്ല. So when you look at everything, the rent and grocery, they all have gone up, but wages are remaining stable. So just because you are PR, നമ്മുടെ ഈ കാനഡയിലെ ഫസ്റ്റ് ഇയേഴ്സ് ഈസി ആയിരിക്കണമെന്നില്ല. ഇറ്റ് കുഡ് ബി അതർവൈസ് ടു, ബട്ട് ജനറലി സ്പീക്കിംഗ് അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഡസ് വൺസ് യു ആർ എ PR ടു ഇറ്റ് ഡസൻറ്റ് ഗ്യാരണ്ടി യു ജസ്റ്റ് ബിക്കോസ് യു ആർ എ PR you will get a high paying job or a good job. അത് ചിലപ്പം മേ ബി ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാളാണ് PR കിട്ടിയിട്ടുണ്ടെങ്കിൽ ദി ജസ്റ്റ് എക്സാമ്പിൾ ഒരു ഡിപ്ലോമ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് PR കിട്ടിയ ഒരു ജോബ് ഉണ്ടെങ്കിലും മേ ബി ദേ ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദെയർ കരിയർ ലിമിറ്റ് ഓർ സംതിങ്. ദേ പ്രോബ്ലി വിൽ ഹാവ് ടു സ്റ്റഡി ഫർദർ. സോ അത് മോർ എക്സ്പെൻസസ് ആണ്. ആൻഡ് മേ ബി അത് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ബെറ്റർ ജോബ് ആൻഡ് തിങ്സ് വുഡ് ബി മച്ച് ബെറ്റർ ഫോർ ദം. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ആൾക്കാരുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു ഹാവ് എ ബെറ്റർ ലൈഫ്, റൈറ്റ്? ലൈക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രാജ്യത്ത് ജീവിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാനോ വാട്ട് എവർ ദ മീൻസ്, ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ സ്റ്റഡീസ്, they want to have either experience a different culture or different life, or like especially their main expectation is to have a better life than they had. ഒരു എക്സ്പോഷർ എല്ലാം പ്രതീക്ഷിച്ചിട്ടാണ്. എക്സ്പോഷർ ഉണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് പറഞ്ഞതുപോലെ മാക്സിമം ആൾക്കാർ ഫോക്കസ് ചെയ്തിട്ട് വരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ലെറ്റ്സ് ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ലൈഫിനായിട്ട് വരുന്ന ആൾക്കാരാണ് എന്ന് വിചാരിക്കുക, അവരുടെ സ്വന്തം രാജ്യം വിട്ട് ഇങ്ങോട്ട് വരികയാണ്. What my question is, like, even people's concern is like, is it still a good idea to choose Canada over any other country, or like whether the pandata pole, because you also told me like pand Canada എന്ന് പറയുന്നത് ഇത്രയും difficult അല്ല. obviously it's a new country, അങ്ങനത്തെ difficulties ഉണ്ട്, പക്ഷേ ഇത്രയും struggles ഇല്ല. There are new struggles now, like even to survive or to earn or whatever. So is it still a good choice, or is it going in a good direction? Even the government, ഇപ്പോൾ the government ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് ആണെങ്കിലും ഇവരെടുക്കുന്ന പോളിസീസും ഇപ്പോൾ ഇമിഗ്രേഷനിൽ വന്ന ലെവൽ പ്ലാൻസ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ is it going to be still going to be a better choice, in terms of choosing Canada, or like is it worth it? That's people's concern. So what do you guys think?
വെൽ കാനഡ വർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചാൽ കാനഡ ഈസ് എ പ്ലേസ് ഓപ്പൺ ടു എമിഗ്രൻസ്. ഈവൻ ദിസ് പോയിന്റ് ആണെങ്കിലും ദേ ആർ ഓപ്പൺ ടു എമിഗ്രൻസ്. വർത്ത് ഇറ്റ് ആണോ അല്ലയോ എന്ന് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഹൗ വി കം ഹിയർ ആൻഡ് ഹൗ വി മേക്ക് യൂസ് ഓഫ് ഇറ്റ്. So yes, there is the first initial 5 years difficult ആണ്. No matter what, say നമ്മളിവിടെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് വരുവാണെങ്കിലും ഓർ ടെമ്പററി റെസിഡൻ്റ് ആയിട്ട് സ്റ്റഡിയോ വർക്കിൽ വരുവാണെങ്കിലും ഫസ്റ്റ് 5 years വർക്ക് ഓർ സ്റ്റഡി വിൽ ബി till you get your permanent residence and further. പക്ഷേ ഒരു പി ആർ ആയിട്ട് വന്നാലും നമുക്കൊരു ആദ്യത്തെ 5 വർഷം is difficult because both, say if it's a family, both spouses need to find a job. ആ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ദേ ആർ ഏബിൾ ടു സെറ്റിൽ ഡൗൺ. അറ്റ്ലീസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഫുട്ട് ഇൻ എ ഫസ്റ്റ് ജോബ് ഓർ സംതിങ് you will be able to. And what is the plus points of this country is basically നമ്മുടെ സേ ഒരു ഫാമിലി social activities അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. This is a country where you have that freedom and opportunity in this country. Say നമ്മളൊരു പി ആർ കിട്ടിയിട്ടുണ്ടെങ്കിൽ you have your freedom and how you want to take your career or how you want to build your future, be it you want to build up a business or you want to work for somebody, it's all up to you, and there are lots of opportunity. So if you have that open mind, this country has no limits basically to how you want to, you know, build your future. So you're basically saying ഇപ്പോൾ ഏതൊരു രാജ്യത്തോട്ട് എങ്ങനെ പോയാലും അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാം നേടി അല്ലെങ്കിൽ എല്ലാം നമുക്ക് കൈനീട്ടി വെച്ച് തരുന്നല്ല. ലൈക്ക് ദർ ഈസ് എ സ്ട്രഗിൾ ബിഹൈൻഡ് എവറിത്തിങ്, റൈറ്റ്? ലൈക്ക് ഏത് ഇപ്പോൾ ഈവൻ US അല്ലെങ്കിൽ ഏത് നല്ല രാജ്യത്ത് പോയാലും ആ ഒരു സ്ട്രഗിൾ, ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ടോ? ഈ ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 5 yearsൻ്റെ സ്ട്രഗിള് അല്ലെങ്കിൽ ക്ലോസ് ടു 5 years ഓർ ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ എവിടെ ഇടുന്നോ അതിനനുസരിച്ച് നമുക്കുള്ള റിട്ടേൺസ് എന്തായാലും കിട്ടും. ഈവൻ ഇൻ ദിസ് കൺട്രി, ഈവൻ നൗ ഇറ്റ് ഈസ് പോസിബിൾ. ദാറ്റ്സ് വാട്ട് യു ആർ സേയിങ്. definitely yes. ആൻഡ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ബേസിക്കലി ഇറ്റ് കംസ് ഡൗൺ ടു മൈൻഡ് സെറ്റ് അല്ലേ? അതായത് നമ്മളൊരു രാജ്യത്തോട്ട് മൂവ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതായത് ഞാനിപ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സേ ഇപ്പോൾ പ്യുവർലി പൈസയ്ക്ക് വേണ്ടി മാത്രം കാനഡയിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ പേര് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. ബിക്കോസ് ഈ കൺട്രിയിൽ ടാക്സ് ഭയങ്കര ഹൈ ആണ്. പക്ഷേ ആ ടാക്സ് ഹൈ ആണെങ്കിൽ അതിന് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ റൈറ്റ് എന്താ പറയുക, എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ റിജോ പറഞ്ഞ പോലെ ഇവിടെ ആർക്കും ഒന്നും ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുതരില്ല. എവറിത്തിങ് ഒരു സ്ട്രഗിൾ ഉണ്ട്. നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മളെങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുന്നു, നമ്മളെങ്ങനെ ഹൗ വി മേക്ക് യൂസ് ഓഫ് ആർ ടൈം. ബേസിക്കലി നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടും. മേ ബി അത് ഇപ്പം ഇമ്മീഡിയറ്റ്ലി കിട്ടണം എന്നില്ല, ടൈം എടുത്തിട്ടാണെങ്കിലും ഇറ്റ് വിൽ കം ബാക്ക് ടു യു എന്നുള്ള രീതിയിൽ. പക്ഷേ ദാറ്റ് ബീയിങ് സെഡ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒറ്റയടിക്ക് കുറേ പോപ്പുലേഷൻ കൂടിയതിൻ്റെ അല്ലെങ്കിൽ ഒറ്റയടിക്ക് കുറേ ആൾക്കാർ വന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ ഈ ജോബ് മാർക്കറ്റൊക്കെ ആണെങ്കിലും ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഒരു ഇഷ്യൂ വരുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പണ്ട് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഓൾമോസ്റ്റ് 4-5 years മുമ്പ് മൂവ് ചെയ്ത ആൾക്കാർ അവർ ഇപ്പോൾ ഒരു കോളേജിൽ തന്നെ ഡിപ്ലോമയൊക്കെ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് 2-3 ജോബ് ഓഫേഴ്സൊക്കെ ഓൾറെഡി ദേ കുഡ് ചൂസ്. ദാറ്റ്സ് നോട്ട് എ ലക്ഷറി വി ഹാവ് അറ്റ് ദ മൂമെൻറ്റ്. നമ്മൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോഴും ജോലി കിട്ടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബട്ട് ദെൻ അഗെയിൻ ദാറ്റ് കംസ് ഡൗൺ ടു യുവർ സ്കിൽസ് ആൻഡ് യുവർ നെറ്റ്വർക്കിംഗ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ പണ്ടത്തെ അത്രയും എന്താ പറയുന്നത്, അത്രയും ഒരു ഈസി ആറ്റിറ്റ്യൂഡോട് കൂടി മൂവ് ചെയ്താൽ മേ ബി അവർക്ക് ഭയങ്കര ഒരു ഇവിടെ വരുമ്പോൾ ഒരു ഷോക്കായിരിക്കാം. what you see out there is totally different from the reality here. ഈ പറഞ്ഞ പോലെ അവിടെ കാനഡേനെ മാർക്കറ്റ് ചെയ്യുന്ന ഇതുപോലെ ആയിരിക്കും. ലൈക്ക് the land of opportunity, it is still a land of opportunity but not the way you think. അതിന് ചുമ്മാ നമ്മൾ വന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നല്ല. ദസ് എ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷനും അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ്ങും ഈ അതെല്ലാം അതിൻ്റെ അത് വേണം, റൈറ്റ്? ലൈക്ക് ദർ ഈസ് എ സ്ട്രഗിൾ പീരീഡ്. ആ സ്ട്രഗിൾ പീരീഡ് ഓവർകം ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ വി സ്റ്റിൽ
we will still have a better life here, right? അതെ, എക്സ്പെക്ടേഷൻസ് ബേസിക്കലി നമ്മൾ റൈറ്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് വരിക. ഇവിടെ വന്ന ഉടനെ ലൈക്ക് ഞാൻ കാർ എടുക്കും, ഞാൻ വീട് വാങ്ങിക്കും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഡ്രീംസ് നല്ലതാണ്. ഈ രാജ്യത്ത് ഡ്രീംസ് ആർ സ്റ്റിൽ ദെയർ, ബട്ട് ഡ്രീംസ് റൈറ്റ് അവേ തന്നെ നമുക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യണമെന്ന് വെച്ചാൽ മേ ബി ഇറ്റ് മൈറ്റ് നോട്ട് ഹാപ്പൻ, ഇറ്റ് കുഡ് ഹാപ്പൻ, ബട്ട് കം വിത്ത് ദാറ്റ് എക്സ്പെക്ടേഷൻ ദാറ്റ് തിങ്സ് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ വർക്ക് ഔട്ട് ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. അതാണ് മെയിനായിട്ട് ഈ രാജ്യത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഹാർഡ് വർക്ക് ആണ് ബേസിക്കലി, ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ഇത് നമ്മളൊരു കോളേജ് പഠിച്ച് കഴിയുന്നവരെ അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുന്നവരെ ബേസിക്കലി പേരൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഒട്ടും ഒരു ഇപ്പം ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 18 years ഒക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർ ദേ മൂവ് ഔട്ട്, ദേ ട്രൈ ടു ക്രിയേറ്റ് എ ലൈഫ് ഓഫ് ദെയർ ഓൺ. ദാറ്റ് ഇസ് നോട്ട് ദി കേസ് ബാക്ക് ഹോം. ദാറ്റ്സ് വെരി ട്രൂ. നമുക്ക് നാട്ടിലായിരിക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഫാമിലി ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. They're always behind you. Say if you fall, somebody is there to lift you up. But ഈ ഒരു കാനഡ എന്ന് പറഞ്ഞ ഒരു രാജ്യം എന്ന് വെച്ചാൽ കുറേ കോണ്ടിനെൻറ്റ്സ് ക്രോസ് ചെയ്ത് നമ്മൾ ഈ രാജ്യത്ത് വരുമ്പം നമ്മൾ തന്നെയാണ് ഈ രാജ്യം. സോ നമ്മൾ വീണാലും നമ്മൾ തന്നെയാണ് എണ്ണീക്കേണ്ടത്. ആരുമില്ല നമ്മളെ പിടിച്ച് എണ്ണീപ്പിക്കാൻ. ബട്ട് വിത്ത് ദാറ്റ് ഓപ്പൺ മൈൻഡ് ആൻഡ് അതാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. ആ ഒരു പ്രിപ്പയർഡ്നെസ് വേണം. ലൈക്ക് നമ്മൾ 12th ഒക്കെ കഴിഞ്ഞ് വരുന്ന ലൈക്ക് കുട്ടികളൊക്കെ ആണെങ്കിലും കുറേ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി നമുക്കെന്തോ ഭയങ്കര ഒരു വിഷമം തോന്നും. ബിക്കോസ് ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ഓർ എക്സ്പീരിയൻസ്ഡ്. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അതേപോലെ ഇങ്ങോട്ടേക്ക് വരുന്നവരായിരിക്കും. എന്താ പറയുക, കുറച്ചുപോലും വീട്ടിൽ നിന്ന് മാറി നിന്നവരുണ്ടാവില്ല. ദാറ്റ് ആൻഡ് ഓൾ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി പണ്ടത്തെ പോലെ അല്ല, കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്, കുറച്ചും കൂടി സ്ട്രഗിൾസ് ഉണ്ട്. സോ ഇതേപോലെ ഇൻഎക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു പക്വത അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളോട് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു പക്വത ഇല്ലാത്തവരാണ് കയറി വരുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ സ്ട്രഗിൾ ആയിരിക്കും. സോ ബിക്കോസ് ബേസിക്കലി ഭയങ്കര ഒരു മെന്റൽ സ്ട്രെങ്ത് വേണമല്ലേ. ഈ പറഞ്ഞ പോലെ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് പരിചയപ്പെട്ട് ലൈക്ക് ഇവൻച്വലി നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സും പിന്നെ ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ റിലേറ്റീവ്സ് ഒക്കെ മോസ്റ്റ് ഓഫ് ദം ഹാവ് സംബഡി ഹിയർ. സോ അങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തേനേക്കാളും ഐ ഫീൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. പക്ഷേ ദാറ്റ് ബീങ് സെഡ് ലൈക്ക് ആരും ഇല്ലാണ്ടൊക്കെയാണ് ഒറ്റയ്ക്ക് പെട്ടെന്ന് കാനഡയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ഗോണ ടേക്ക് സം ടൈം. സോ അതിനൊക്കെ കമ്പയർഡ് ആണെങ്കിൽ പണ്ടെന്ന് വെച്ചാൽ ഇറ്റ് വാസ് നമ്മളെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം കുറെ കൂടെ ആസ് ചിനു സെഡ് റിലേറ്റീവ്സും കാര്യങ്ങളും ഫാമിലി മെമ്പേഴ്സും കുറെ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇപ്പം കുറെ കൂടെ കാര്യങ്ങൾ ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ആർ ഓൾറെഡി ബീങ് എക്സ്പ്ലോർഡ് ഇൻ കാനഡ. സേ ഒരു പുതിയതായിട്ടൊരു മലയാളി വരുവാണെങ്കിൽ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ I'd say like 10 or 15 years down the line നമുക്ക് മലയാളികളെ നമ്മളൊരു കടയിൽ പോയാൽ ഒരാൾ മലയാളത്തിൽ സംസാരിക്കുമ്പം നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് നിന്ന് സംബഡി ഫ്രം ആർ. ബട്ട് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് we don't miss right now. എവിടെ നോക്കിയാലും we have people of our people of our yes. So that it is there, but it's always that we need to have that mental strength on our own too. No, I'm just എൻ്റെ കൺസേൺ തന്നെ ഈ ഒരു ഫാൾസ് എക്സ്പെക്റ്റേഷൻസ് വെച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. റൈറ്റ്, I will give you I also know this country is not perfect. I will give you 2 examples. ഇവിടുത്തെ ഹെൽത്ത് കെയറും ഇവിടുത്തെ പോലീസും. It's so bad. Especially I will give you an example for health care. അത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ റൂംമേറ്റ്, ഹീസ് സിക്ക്, അവന് വയറിന് വേദനയും കാര്യങ്ങളുമായിട്ട് ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഡോക്ടറെ കാണണമെങ്കിൽ ഫാമിലി ഡോക്ടർ വേണം. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും റെഫറലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ ഈ പറഞ്ഞ പോലെ ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഡോക്ടറുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ദെൻ അയാളെ സ്ഥിരമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ലക്കിലി ഹി ഗോട്ട് സംബഡി, അതായത് ഈ ഫാമിലി ഡോക്ടറായിട്ട് ഇവനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റി. പക്ഷേ ഫസ്റ്റ് ടൈം ഹീസ് ഓൾറെഡി സിക്ക് ആൻഡ് ഹീസ് ഗോയിങ് ടു മീറ്റ് ഹിം, റൈറ്റ്? ആൻഡ് ഹീസ് തിങ്കിങ് ഇതൊരു കൺസൾട്ടേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു
ഇത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആണ്, 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് വരാം. അവന് വയ്യ, അവന് തീരെ വയ്യ. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ബീൻ 5 or 6 days. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പിന്നെ അപ്പോയിൻമെന്റ് എടുത്ത് ചെന്നു. അത് കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോൾ ഇതേപോലെ ഒരു ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. സോ ഇവൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ക്ലിനിക്കിൽ അപ്പോയിൻമെൻറ്റ്സ് നോക്കുമ്പോൾ 1 മാസം വെയിറ്റ് ചെയ്യണം. നൗ ഹീ ഈസ് ഓൾറെഡി റിയലി സിക്ക് ആൻഡ് ഹീ ഈസ് യുനോ ആ ഒരു അങ്ങനത്തെ അങ്ങനെ ആയനെ അറ്റൻഷൻ വേണ്ട ഒരു സ്റ്റേറ്റിലാണ്. ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട ഒരു സ്റ്റേറ്റിലാണ്. സോ വാട്ട് ഹി ഡിഡ്, അപ്പം തന്നെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. പൈസ ഒന്നും നോക്കേണ്ട എന്താ പറയുക സാഹചര്യത്തിലല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് 2 ദിവസം കൊണ്ട് ഇവന് ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു. നൗ ഹീ ഈസ് ഓക്കെ വിത്തിൻ 3 days. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. നമ്മുടെ നാട് എത്ര മോശമെന്ന് പറഞ്ഞാലും നമ്മുടെ ഹെൽത്ത് കെയറും ആൻഡ് എസ്പെഷ്യലി അവർ പോലീസ് ആൻഡ് ലോ ആൻഡ് ഓർഡർ, ഓൾ ദീസ് ആർ ലൈക്ക് വേ ടു ബെറ്റർ ദാൻ ദിസ് കൺട്രി. കാരണം ഇത്രയും വലിയ രാജ്യത്ത്, അതായത് നമുക്ക് സാധാരണ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ആക്സസിബിൾ അല്ല, ഇമ്മീഡിയറ്റ്ലി ആക്സസിബിൾ അല്ല. ഇവിടുത്തെ വേറൊരു പ്രശ്നം, എത്ര പൈസ ഉണ്ടെങ്കിലും ആക്സസിബിൾ അല്ല. പബ്ലിക് ആയതുകൊണ്ട്, പ്രൈവറ്റ് ഹെൽത്ത് കെയർ അല്ലാത്തതുകൊണ്ട് പബ്ലിക് ആയതുകൊണ്ട് എന്താ പറയാ, എല്ലാവർക്കും ഗവൺമെന്റ് ആണ് അവരുടെ ഒരു രീതി ഉണ്ട്. ആ രീതിക്ക് അല്ലാണ്ട് there is no way to get into പൈസ കൊടുത്ത ഒന്നും ഇവിടെ നേടിയെടുക്കാൻ പറ്റില്ല. And the next point is ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ. ഐ ബിലീവ് ഐ ഹാവ് സീൻ ലൈക്ക് ഇവിടുത്തെ പോലീസ് വെറുതെ എന്തിനോ ആരോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടി നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ദ വേ ഐ എക്സ്പീരിയൻസ് ആൻഡ് ഹേർഡ് തിങ്സ്, ഈ പറഞ്ഞ പോലെ ഇപ്പം സ്പീഡിങ്ങിന് പിടിക്കുക, അതിന് അവർ അടിപൊളിയാണ്. സ്പീഡിങ്ങിന് ചേസ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ് തരിക. അതല്ലാണ്ട് ഇഫ് യു ഹാവ് എനി എമർജൻസി കേസസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കളവ് പോയി, വണ്ടി കളവ് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ഉപദ്രവ കാര്യങ്ങൾ വന്നു, ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവില്ല. പ്രാർത്ഥിക്കുക. There are cases ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അതായത് ഇതേപോലെ എന്തോ പറ്റിയിട്ട് ഇവര് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞത് it will take 6 months to start the investigation because there are so many backlogs of cases. That is like I think it's been the situation for like ever in this country. ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ആണെങ്കിലും ലോ ആൻഡ് ഓർഡർ ആണ്. ബട്ട് ഇൻ അതർ ആസ്പെക്ട്സ്, ഈ പറഞ്ഞ പോലെ എല്ലാ രാജ്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും നല്ലതും ചീത്തതെന്നും പറയുന്ന പോലെ ഈ രാജ്യത്തിനും അതിൻ്റെ നല്ലതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കുറവുകളും ഉണ്ട്. അതിൽ 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്.